ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമിട്ടുണ്ട്. ജൂനിയർ ഇന്ത്യ നായകനായിട്ടെത്തുന്ന തേവര എന്ന് പറയുന്ന സിനിമ ഇന്ന് തിയേറ്ററോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന തേവര എന്ന് പറയുന്ന ഏറ്റവും പുതിയ തെലുങ്ക് സിനിമയെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ പുത്തൻ പുതിയ സിനിമകളുടെ റിവ്യൂകൾക്കും മറ്റ് സിനിമ അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തേവര എന്ന് പറയുന്ന സിനിമ ജൂനിയർ ഇന്ത്യയുടെ നായകനായിട്ട് വരുന്നു. ട്രിപ്പിൾ ആർ എന്ന് പറയുന്ന സിനിമ ഇതിനോടൊപ്പം തന്നെ ഇന്ത്യൻ സിനിമയെ കടന്ന് വേൾഡ് ഒരു തരംഗമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജൂനിയർ ഇന്ത്യ ആരാധകർക്ക് അല്ലെങ്കിൽ ജൂനിയർ ഇന്ത്യന് ആരാധകർ വർദ്ധിച്ചിട്ടേ ഉള്ളായിരുന്നു. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പ്രേക്ഷകർ തേവര എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടി ഇന്ന് തിയേറ്ററോട്ട് എത്തിയിരിക്കുമ്പോൾ ചിത്രത്തിന് ഒരു ആവറേജ് അല്ലെങ്കിൽ മറ്റൊരു ദുരന്ത അനുഭവം തന്നെയാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നതെന്നാണ് നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. തേവര എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ജനതാ ഗ്യാരേജ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം കൊരട്ടാര ശിവ ഡയറക്ട് ചെയ്തിരിക്കുന്ന ചിത്രമാണ് തേവര എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രത്തിൽ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ചിത്രത്തിൽ ഹിന്ദി നടി ജാൻവി കപൂർ ആദ്യമായിട്ട് തെലുങ്കിലോട്ട് എത്തുന്ന എന്ന പ്രത്യേകതയുണ്ട്. ചിത്രത്തിന്റേതായിട്ട് പുറത്തുവന്ന സോങ്സിനൊക്കെ നല്ല ഒരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്താണ് ചിത്രത്തിന്റെ മ്യൂസിക് ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോറും സോങ്സും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സെയ്ഫ് അലി ഖാന്റെ വില്ലൻ വേഷം തന്നെയായിരുന്നു. ആദിപുരുഷ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്തും നേരത്തെ സെയ്ഫ് അലി ഖാൻ ഒരു വില്ലൻ വേഷം ചെയ്തെങ്കിലും അത് വലിയ രീതിയിൽ തന്നെ ദുരന്തമായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. ഇപ്പോൾ അത് വീണ്ടും എത്തിയിരിക്കുമ്പോൾ മികച്ച ഒരു അഭിപ്രായം തന്നെ സെയ്ഫ് അലി ഖാന്റെ റോളിന് അവിടെ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ചിത്രം എന്തോ പ്രേക്ഷകർക്ക് അത്രത്തോളം മികച്ച ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകുന്നില്ല. കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ആർ എന്ന് പറയുന്ന സിനിമ ഇതിനോടെ തന്നെ എല്ലാ സിനിമാ പ്രേമികളും കണ്ടിട്ടുള്ളതാണ്. ട്രിപ്പിൾ ആർ കണ്ട സിനിമാ പ്രേമികൾ ആ ഒരു സിനിമയായിട്ടേ കമ്പയർ ചെയ്യത്തുള്ളൂ. പക്ഷെ തേവര എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊരട്ടാര ശിവയുടെ സിനിമകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ തെലുങ്ക് സിനിമ അതിൽ കൂടുതലൊന്നും തന്നെ അവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ആ ഒരു മാസ് ആക്ഷൻ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഇമോഷണലി കണക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ തേവര ഒരുക്കിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ പോലും ജൂനിയർ ഇന്ത്യൻ ആരാധകർ മാത്രം ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് തേവര എന്ന് പറയുന്ന സിനിമ നല്ലൊരു ഇനിഷ്യൽ കളക്ഷൻ ഒക്കെ ചിത്രം സ്വന്തമാക്കും. പ്രത്യേകിച്ച് ഫസ്റ്റ് ഡേ തന്നെ ഏകദേശം 100 മുതൽ 150 കോടി രൂപ വരെ ചിത്രം സ്വന്തമാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റത്തില്ല. എന്തൊക്കെയാണ് ചിത്രം മലയാളത്തിൽ എത്രത്തോളം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഗോട്ട് എന്ന് പറയുന്ന വിജയ് ചിത്രം ഒരു ദുരന്തമായിട്ട് കേരളത്തിൽ മാറിയിട്ടുണ്ടായിരുന്നു. അതേസമയം വേൾഡ് വൈഡ് ഒരു സക്സസ് ആയിട്ട് ചിത്രം മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രം വലിയൊരു വിജയമായിട്ട് മാറുമെന്ന് നമുക്ക് ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷനും അതോടൊപ്പം വരും ഷോകളിൽ നിന്നായിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം. ഇന്ത്യ സിനിമ കണ്ട എക്കാലത്തെ മികച്ചൊരു വിജയത്തിനായിട്ട്. എന്നാൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴും ഞാൻ പറയുന്നു അത്ര നല്ലതല്ല. എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിനായിട്ട് പോയി തേവര എന്ന് പറയുന്ന സിനിമ കാണാൻ ശ്രമിക്കുക. ഒരു ഗ്രാൻഡ് റിലീസ് തന്നെ ചിത്രത്തിനായി കേരളത്തിലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഏത് ഭാഷയും വേണം ചിത്രം കേരളത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. മിക്ക തിയേറ്ററുകളിലും മലയാളം ഭാഷയിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.